പിന്നെ പൊതുവേ ഒരു തെറ്റിദ്ധാരണ, എനിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ. അത് തേർഡ് ഗിയറിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പണ്ടത്തെ വണ്ടികളിലാണ്. ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂൾ ചെയ്തുകൊണ്ടും ഇരിക്കും. വണ്ടി അങ്ങനെ ഓവർ ഹീറ്റ് ഒന്നും ആകത്തുമില്ല. ഇപ്പോഴും എൻ്റെ ടെമ്പറേച്ചർ ആ മീഡിയം റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോർക്ക് യൂട്ടിലൈസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് അധികമായിട്ട് റെവ് ചെയ്യേണ്ടിയും വരത്തില്ല. അതിനനുസരിച്ചുള്ളൊരു ചൂട് മാത്രമേ എഞ്ചിനിൽ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്കൊരു 70-80 എബോവ് ഒക്കെ ഓടിക്കാനുള്ള നല്ല റോഡ് കിട്ടുമ്പോൾ മാത്രം 5th സ്പീഡ് പിടിച്ചിടുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മിനിമൽ ആക്സലറേഷനിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതാണ് ഡ്രൈവറിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഏതാണ്ടൊരു 3 വർഷം ആവുന്നു. പക്ഷേ എങ്കിലും നിർഭാഗ്യവശാൽ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് വലിയ യാത്രകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈവൻ എൻ്റെ അമ്മ വളരെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് ഡിസയറിന്ന് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് സ്വിച്ച് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ കൂടുതൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അമ്മയ്ക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്തിരുന്നു. പിന്നെ പീരിയോഡിക് മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കമ്പനി തന്നെ ഫിക്സ് ചെയ്ത് തന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരുപക്ഷെ ഈ ഒരു വണ്ടി എടുത്ത കാലം മുതലുള്ള ഇതുവരെ ഉള്ള എൻ്റെ ഒരു ഡ്രൈവിംഗ് ജേർണിയും ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയനും ഒക്കെ ഞാൻ വിഷ്വൽസായിട്ട് ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കാണാം. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് കംപ്ലീറ്റ് ഞാനത് ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പാരിസൺ അല്ല, പക്ഷേ എങ്കിലും കാരൻസിൻ്റെ ആ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത് റെനോയുടെ ട്രൈബറിൻ്റെ ഫുൾ ഓപ്ഷന് നല്ലൊരു ഐഡിയ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കുറച്ചും കൂടെ മോഡേൺ ആണ്. ഒരുപാട് ഗാഡ്ജറ്റ്സ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആളുകൾ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ ബാക്ക് സീറ്റ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവറാണ് ഒരു പക്ഷേ ഇത്രയും ചെറിയ കാറിൽ 1000cc എഞ്ചിനും വെച്ചിട്ട് ബാക്ക് സീറ്റ് ഒരുവിധം കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യാത്ര ചെയ്യത്തക്ക വിധത്തിൽ അത് ഡിസൈൻ ചെയ്തത്. അതാ ഒരു ഹഞ്ച് ബാക്ക് പോലുള്ള ഒരു ഡിസൈനൊക്കെ ആയതുകൊണ്ടായിരിക്കും ബാക്കിൽ നല്ല റൂഫ് ഉള്ളത് കൊണ്ടും ബാക്കിലിരിക്കുമ്പോൾ വളരെ ക്രാംഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. രണ്ടുപേർക്കും ഒരുവിധം മോശമല്ലാതെ ഉള്ളൊരു ലോങ് ജേണിയൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു കാറിൽ. കാരൻസിലും ഏതാണ്ട് ആ ഒരു ഡിസൈനിങ്ങിലൊക്കെ കുറച്ചും കൂടെ ബാക്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തക്ക കംഫർട്ടബിൾ സീറ്റ്സും ഓവറോൾ കുറച്ച് റൂമി ആയിട്ടും കുറച്ചും കൂടെ സ്പേസ് ഒക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും കിയയ്ക്ക് ഒരു കംപ്ലീറ്റ് വിക്ടറി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അൾട്ടിമേറ്റ്ലി ഗ്ലോബൽ എൻക്യാപ്പ് വന്നപ്പോഴത്തേക്ക് 3 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ ഞാനത് കുറച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം സെൽറ്റോസിൻ്റെ ഒക്കെ അതേ സെയിം പ്ലാറ്റ്ഫോമാണ് ഇതും ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രെങ്ത് കുറവ് എന്തായാലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പിന്നെ 3 സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഡ്രൈവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം പ്രൈസ് പോയിന്റിൽ ഇത്രയും കുറഞ്ഞ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രൈവറിന് 4 സ്റ്റാർസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് റെനോയെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ പല ഓട്ടോമൊബൈൽ ജേർണൽസിലും മാഗസീൻസിലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്തൂസിയാസിൻ്റെ ഇടയിലും, എന്തൂസിയാസ് ഞാൻ പറയുന്നില്ല, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊന്നും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഡ്രൈവറിനോട് കാണിക്കുന്നില്ല. എന്നാൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഇത്രയും വർഷങ്ങൾ പല വണ്ടികൾ ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് വാട്ട് മേക്സ് ദിസ് കാർ ഡിഫറെൻ്റ് എന്നുള്ളത് അതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഡൈനാമിക്സിലായിരുന്നാലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമുക്ക് കുറച്ച് ടോൾ ക്യാരക്ടർ ആയിരുന്നിട്ട് പോലും വലിയൊരു ബോഡി റോളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ വണ്ടിയുടെ. അപ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലം എത്തി. ഇനി ജസ്റ്റ് കുറച്ച് തിങ്സ് എല്ലാം കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. മിക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മിക്കിക്ക് പെട്ടെന്ന് മെഡിക്കൽ വിസ എക്സ്റ്റൻഷൻ കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പെട്ടെന്നുണ്ടായ സംഭവ വികാസങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. പിന്നെ എന്തായാലും ഒരു റൂം കിട്ടിയിട്ടുണ്ട്, അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കൊരു ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് ട്രൈബർ. ഞാനത് കാണിക്കുക എത്രത്തോളം സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ക്യാരി ചെയ്തിരുന്നു എന്നുള്ളത്. ഒരു ടെലിവിഷൻ, ഹ്യൂമിഡിഫയർ, പിന്നെ ഏതാണ്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ആളിത്തരത്തിലൊരു അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമ്മൾ കാരൻസിനെ കുറിച്ച് പറഞ്ഞു വന്നത്, കാരൻസ് ഡ്രൈവറിന് ഒരു വെല്ലുവിളി ആകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഡ്രൈവറിന് വെല്ലുവിളി എന്നല്ല, അതായത് ഡ്രൈവറിൻ്റെ ആ ഒരു കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് കീ അങ്ങ് ഗ്രാബ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഈ ഒരു ക്രാഷ് ടെസ്റ്റ് കൊണ്ട് തന്നെ
അത് അസ്തമിച്ചിരിക്കുന്നു എന്ന് പറയാം. നിങ്ങളിൽ പലരും വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഈ റെനോയുടെ ഈ ഒരു കാറിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരുപാട് കണ്ടന്റ്സ് ഇതിനെക്കുറിച്ച് ഉണ്ടാക്കി. അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കണ്ടന്റ് വാല്യൂ തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ബിക്കോസ് ഒരു മാസീവ് ഓഡിയൻസിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു വണ്ടിയാണ് ട്രൈബർ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നാലും ഓവറോൾ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ആയിരുന്നാലും പിന്നെ സ്പേസ്, അതുപോലെ ഇപ്പോൾ സ്ട്രെങ്ത്തും. ഇവൻ സ്ട്രെങ്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് ഈ കാരൻസ് ആയിരുന്നാലും അതുപോലെ റീസെൻ്റായിട്ട് i20യുടെ ലേറ്റസ്റ്റ് വേർഷൻ, പിന്നെ ഇതിനൊക്കെ അപ്പുറത്തൊരു അത്ഭുതം തോന്നിയത് മാരുതിയുടെ ഏറ്റവും കുഞ്ഞൻ കാറായിട്ടുള്ള നമ്മുടെ എസ്പ്രസോ, അതിന് 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നു. ദാറ്റ് മീൻസ് റെനോ ഇത്തരത്തിലൊരു സ്ട്രെങ്തിന്റെ കാര്യത്തിൽ ഒരു നല്ല കോംപ്രമൈസ് വരുത്തിയപ്പോഴത്തേക്ക്, കാരണം ഇതിനു മുമ്പ് ഒരു പീപ്പിൾ മൂവർ എന്നുള്ള നിലയിൽ റെനോ ലോഡ്ജി അവതരിപ്പിച്ചതായിരുന്നു. ലോഡ്ജിയുടെ ഡിസൈനൊക്കെ വളരെ പോറായിരുന്നു. ക്രാഷ് ടെസ്റ്റിലൊക്കെ 0 റേറ്റിംഗ് കണ്ടാണെന്ന് തോന്നുന്നു ലോഡ്ജിക്ക് ആദ്യം കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് റെനോ നിസാനൊക്കെ ഇനി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അവർ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് സ്ട്രെങ്ത് കൂട്ടി. അപ്പോൾ റെനോയും നിസാനും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാറുകൾക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സുസുക്കിയെ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് സുസുക്കിയും ആ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ ക്രാഷിലും ഈ ഒരു എ പില്ലർ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. അതേസമയം ട്രൈബറിന്റെ എ പില്ലർ അങ്ങനെ തകരുന്നില്ല. പിന്നെ പൊതുവേ ഉള്ളൊരു ഡിസൈൻ ക്യാരക്ടർ കൊണ്ടായിരിക്കാം, ഭയങ്കര ഒരു ബൾക്കി ആയതുകൊണ്ട് തന്നെ ഒരു ബലൂൺ വന്ന് ഇടിക്കുന്ന പോലെയാണ് അത് തെറിച്ചതിൻ്റെ ആ ഒരു ആഫ്റ്റർ ഷോക്കായിട്ട് തിരിഞ്ഞു പോയി കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. എൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചറിയാം. ഭയങ്കര ഒരു ബൂമിങ് സൗണ്ടാണ് വന്ന് ഇടിക്കുന്ന സമയത്ത്. ദാറ്റ് മീൻസ് ആ വണ്ടിയുടെ അകത്ത് അത്രയും വലിയൊരു സ്പേസിങ് ഉള്ളതുകൊണ്ട് അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു എയറിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഒക്കെ ആയിരിക്കാം. പിന്നെ ഓഫ് കോഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള എഞ്ചിനാണ്. പ്യുവർലി അലുമിനിയത്തിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഞ്ചിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് അയണും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ആ ഇടിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റിൽ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. കാരണം കാരൻസിൻ്റെ ആ ഒരു കൊളിഷനിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എ പില്ലർ നന്നായിട്ട് തകരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ i20യിലും ഈ എ പില്ലർ നന്നായിട്ട് തകരുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഡ്രൈവറിനെ അങ്ങ് പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു വണ്ടിയെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും കോണ്ടന്റ്സിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം പലരും എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു രീതിയിൽ അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് റെനോയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് റെമ്യൂണറേഷൻ ഒന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ, ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടെ ഒരു ആവറേജ് ഫാമിലിയൊക്കെ ഈ ഒരു വണ്ടിയെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള വിഷ്വൽസ് ഞാൻ ഇത്രയും ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സർവീസൊക്കെ വരാറായി. സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ബാക്കിയുള്ള ഡ്രൈവറിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് യാത്രകളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ, അത് വാല്യുബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.